ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിൽ പണ്ട്യാലയ്ക്കൽ PC ഫിലിപ്പോസിൻ്റെയും പായിപ്പാട് ഉള്ളുവിരിപ്പിൽ പുത്തൻപറമ്പിൽ ചേച്ചമ്മയുടെയും 5ാമത്തെ മകനായി 1916 മാർച്ച് മാസം 23-ന് PP മാത്യു ജനിച്ചു. ജ്യേഷ്ഠ സഹോദരനെ കാണുവാൻ പോകുമ്പോൾ പാസ്റ്റർ PM ഫിലിപ്പ് അവറുകളുടെ പ്രസംഗം കേൾക്കുകയും രക്ഷിക്കപ്പെട്ട് പിറ്റേ ദിവസം സ്നാനപ്പെടുകയും ചെയ്തു. 1938 ഏപ്രിൽ 12-ാം തീയതി 22-ാം വയസ്സിൽ നടന്ന ഈ അനുഭവങ്ങളെ തുടർന്ന് പോർക്കളത്തിൽ പോരാടുവാൻ വലിയ ആഗ്രഹമുണ്ടായി. ആ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരുന്നെങ്കിലും ലോക ജോലികൾ സ്വീകരിപ്പാൻ തയ്യാറാകാതെ സുവിശേഷ ദൂതുമായി മുന്നേറിയ അത്ഭുത മനുഷ്യൻ തന്നെയാണ് കർത്തൃദാസൻ PP മാത്യു. മണ്ണാറശാല മലയാളം ഹൈസ്കൂളിൽ മലയാളം പാസ്സായതിനാലും കരുവാറ്റ NSS ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നും മെട്രിക്കുലേഷൻ പാസ്സായതിനാലും മലയാളത്തിലും ഇംഗ്ലീഷിലും നല്ല പാണ്ഡിത്യം ഉള്ള വ്യക്തിയുമായിരുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ആദിമ പ്രവർത്തകന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹത്തെ PP അച്ചായൻ എന്നും പ്രായമുള്ളവർ കുഞ്ഞുഞ്ഞെന്നും വിളിച്ചിരുന്നു. തൻ്റെ അയൽവാസിയും സമപ്രായക്കാരനും തൻ്റെ സ്നേഹിതനുമായ കുഞ്ഞുഞ്ഞ് എന്നു പേരായ ആൾ ചില ദിവസങ്ങൾ രോഗിയായി കിടന്ന് പെട്ടെന്ന് മരിച്ചു. മരണസമയത്ത് താൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടു: കറുത്ത 2 ആളുകൾ എന്നെ കയറുകൊണ്ട് ബന്ധിച്ച് താഴോട്ട് വലിക്കുന്നു. അടിവശം കാണാൻ കഴിയാതെ ഒരു വലിയ കുഴി തുറന്നു കിടക്കുന്നു. യേശുവിനെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. ഇരുട്ട് എന്നെ മൂടുന്നു. എനിക്ക് വലിയ ഭയം തോന്നുന്നു. ഇത്രയും പറഞ്ഞ് താൻ മരിച്ചു. ആ സമയം അദ്ദേഹത്തിൻ്റെ അമ്മയും ഇളയ കുട്ടികളും കൂട്ടമായി നിലവിളിച്ചു. ഇത് കണ്ട് ഭയപ്പെട്ട് തൻ്റെ ആത്മരക്ഷ കൂടി ആഗ്രഹിച്ച് താനും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ ദിവസം മുതൽ എന്നെ രക്ഷിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ലോകത്തിലെ ക്ഷണികമായ ജീവിതത്തെ താൻ ഗ്രഹിച്ചു. ഒരു ദിവസം താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പകലും രാത്രിയും മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ നരകത്തിലല്ലേ പോവുകയുള്ളൂ, എന്നോട് കരുണ തോന്നണമേ എന്ന് ബലമില്ലാതാകുവോളം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ താൻ ആത്മവിവശതയിലായി. ഈ സമയം യേശു കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുന്ന കാഴ്ച താൻ കണ്ടു. യേശു തന്നോട്: ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു. ലോക ജോലിയിൽ ഏർപ്പെടാതെ എൻ്റെ വേലയിൽ മാത്രം മുഴുകിയിരിക്കണം. ഏലിയാവിനെ പോറ്റിയതുപോലെ ഞാൻ നിന്നെ പുലർത്തും. നീ ഒരു ഏകാന്ത സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞു. ആ നിമിഷം പ്രാർത്ഥിപ്പാനുള്ളൊരു പുതിയ ശക്തി തനിക്ക് ലഭിച്ചു. ശൈശവപ്രായം മുതൽ തന്നിലുണ്ടായിരുന്ന ദുസ്വഭാവങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് നേരം പുലരും വരെ പ്രാർത്ഥിച്ചു. കർത്തൃദാസൻ്റെ വീട്ടിൽ പതിവായി വരാറുള്ള ഒരു ഉപദേശിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് തനിക്ക് പ്രാർത്ഥിപ്പാൻ ഏകാന്തമായി ഒരു സ്ഥലം വേണമെന്നും കാരണം കർത്താവ് തന്നോട് അങ്ങനെ പറഞ്ഞു എന്നും അറിയിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒഴിഞ്ഞ വീട്ടിൽ വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് 12 മണിയായപ്പോൾ കർത്താവായ യേശു തൻ്റെ അടുക്കൽ വന്നു ക്രൂശിൻ്റെ ദർശനം തന്നെ കാണിച്ചു. ഇപ്രകാരം പറഞ്ഞു: നീ നിന്നെ തന്നെ ക്രൂശിക്കണം. ആ സമയം താൻ ക്രൂശിക്കപ്പെടുന്നതായും അടയ്ക്കപ്പെടുന്നതായും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതായും അനുഭവപ്പെട്ടു. കർത്താവ് തന്നോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മറഞ്ഞു. അന്ന് മുതൽ താൻ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. അന്ന് രാത്രി ഒരു പെന്തക്കോസ്ത് യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗത്തിൽ താൻ രക്ഷിക്കപ്പെട്ടു എന്ന് ആദ്യമായി സാക്ഷ്യം പറഞ്ഞു. 21-ാം വയസ്സിൽ കർത്താവിൻ്റെ ദർശനം ലഭിച്ച ശേഷം സകലവും വിട്ട് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങി. 7 വർഷക്കാലം IPCയിലും തുടർന്ന് 22 വർഷക്കാലം CPMലും ചേർന്ന് പ്രവർത്തിച്ചു. 1959 മുതൽ 1963 വരെ ലണ്ടനിലും ഫ്രാൻസിലും CPM പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. 1963 അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിലുള്ള സൺസെറ്റ് സ്കൂൾ ഓഫ് പ്രീച്ചിങ് എന്ന കോളേജിൽ നിന്നും ബിരുദമെടുത്തു. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, പത്തനംതിട്ട, പാമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുശ്രൂഷകനായിരുന്നു. ക്രൈസ്തവ ലോകത്തിന് വിശിഷ്യ വിശ്വാസികൾക്ക് ആരാധനകളിലും മാത്രമല്ല ജീവിതത്തിൻ്റെ ഭാരമേറിയ ഏതവസരങ്ങളിലും ആശ്വാസത്തിൻ്റെ പുതിയ വെളിച്ചം നൽകുന്ന പ്രസിദ്ധമായ അനേക ഗാനങ്ങൾ പാസ്റ്റർ PP മാത്യുവിൻ്റെ തൂലികയിൽ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയ കാലമായിരുന്നു കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സമയം. അനേക ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ അതിസാരമെന്ന രോഗത്തിന് അടിമപ്പെട്ട് അവശനായി തീർന്നപ്പോൾ തൻ്റെ സമീപത്തേക്ക് ഒരു ദൈവദൂതൻ വരികയും ആപ്പിൾ പോലെ ഒരു സ്വർഗീയ ആഹാരം നൽകുകയും ചെയ്തു.
അതനുഭവിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ നാവിൽ പരിശുദ്ധാത്മാവ് നൽകിയ വരികളാണ്: ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം എന്ന ഗാനം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സമർപ്പണ ഗീതമാണ്. ദൈവിക രോഗശാന്തിയിൽ വിശ്വസിച്ചിരുന്ന ജ്യേഷ്ഠ സഹോദരൻ പി ഏബ്രഹാം ക്യാൻസർ രോഗബാധിതനായി മരണത്തെ മുഖാമുഖം കണ്ട് രോഗക്കിടക്കയിൽ കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ താഴേക്ക് വീണു പോകാതെ കട്ടിലിൻ്റെ നടുവിലേക്ക് നീങ്ങിക്കിടക്കുവാൻ സന്ദർശകരായ AC തോമസ് നിർദ്ദേശിച്ചു. താൻ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: എൻ്റെ കിടക്കയിൽ ദൈവദൂതന്മാർ നിരനിരയായി ഇരിക്കുകയാണ്. അവർക്ക് ഇരിക്കുവാൻ സ്ഥലം വേണ്ടയോ? എന്നെ സ്വർഗത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുപോകുവാൻ അവർ സന്നദ്ധരായി നിൽക്കുകയാണ്. ഏറെ നാളുകളായി കാണുവാൻ ആശിച്ചിരുന്ന എൻ്റെ യേശുനാഥനെ നേരിൽ കാണുവാൻ ഞാൻ പോവുകയാണ്. പ്രത്യാശ നിറഞ്ഞ ഈ വാക്കുകൾ കേട്ടപ്പോൾ പി മാത്യു എന്ന സഹോദരൻ ആത്മാവിൽ പാടിയതും അനേകായിരം ദൈവജനം ഇന്നും പാടി ആരാധിച്ച് സന്തോഷിക്കുന്നതുമായ ഗാനമാണ്: ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഈ ഗാനം സിലോൺ ഗവൺമെൻറ് ഞായറാഴ്ച തോറും പ്രഭാത കീർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി 1957 മുതൽ അനേകം വർഷങ്ങളിൽ റേഡിയോയിൽ കൂടെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. 1970 54-ാമത്തെ വയസ്സിൽ കുന്നംകുളത്തുകാരനായ ചീരൻ ഉക്രുവിൻ്റെ മകൾ കുഞ്ഞായിയെ വിവാഹം കഴിച്ചു. ദൈവിക ദർശനത്താൽ അനേക ആത്മീയ ഗീതങ്ങൾ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രചിച്ചിട്ടുണ്ട്.